മഹാനായ ഇമാം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞു. അബ്ദുൽ ഖാദിർ ജീലാനി റസൂലുള്ളാഹിനെ വിളിക്കണം പറയണം എന്ന് പറയുന്ന ആളാണ്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, മഹാനവറുകളുടെ കിതാബുൽ ഗുന്യത്താണിത്. ഇത് മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബാണ്. അതിലെന്താ പറയുന്നത് കണ്ടോ? ഖബറിന്റെ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ ചെന്നിട്ട് അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയേണ്ട വിഷയം പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയാണ്, അതാ അല്ലാഹുമ്മ ഇന്നക ഖുൽത ഫീ കിതാബിക ലിനബിയിക വലൗ അന്നഹും യളമൂ അൻഫുസഹും. മറ്റുള്ള ഇമാമിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ അതേ ആയത്ത് റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ വെച്ച് ഓതണം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് പറയാണ്, വഇന്നി അതൈതു നബിയക തായിബൻ മിൻ ദുനൂബി മുസ്തഗ്ഫിറൻ. അല്ലാഹുവേ, ഞാൻ നിന്റെ നബിന്റെ അടുക്കൽ വന്നത് പാപം പൊറുപ്പിക്കാൻ വേണ്ടി, ഇതാ ദോഷം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നവനായ നിലക്കാണ്. ഫഅസ്അലുക അൻ തൂജിബ ലീൽ മഗ്ഫിറത കമാ ഔജബതഹാ ലിമൻ അതാഹു ഫീ ഹാലി ഹയാതിഹി. ഹയാത്ത് കാലത്ത് തങ്ങളെടുത്ത് വന്ന് സങ്കടം പറഞ്ഞാൽ നീ ദോഷം പൊറുക്കലില്ലേ, അതുപോലെ വഫാത്തിന് ശേഷം വന്ന എനിക്കും നീ പൊറുക്കണേ അല്ലാ. ഫഅഖറ ഇൻദഹു ബിദുനൂബിഹി ഫദആ ലഹു നബിയുഹു ഫഗഫർതഹു ലഹു. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ തെറ്റ് സമ്മതിച്ച് പറഞ്ഞാൽ റസൂലുള്ള ദ്വാരന്നിട്ട് അല്ലാഹു തആലയാകുന്ന നീ ദോഷം പുറത്തു കൊടുക്കലില്ലേ, അതുപോലെ ഞാൻ വഫാത്തിന്റെ ശേഷവും ജീവിതകാലത്ത് വരുമ്പോലെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയിക അലൈഹി സലാമുക നബിയ്യിർ റഹ്മ. നബിയെ മുൻനിർത്തി നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു അല്ലാഹ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാനിതാ തങ്ങളെ കൊണ്ട് മുന്നിടുന്നു. ലിയഗ്ഫിർ ലീ ദുനൂബി, എന്റെ പാപം അല്ലാഹ് പൊറുക്കാനാ തങ്ങളെ ഞാൻ വിളിക്കുന്നത്. അല്ലാഹ് എനിക്ക് ദോഷം പൊറുക്കാനാ തങ്ങളോട് ഞാൻ പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിഹി, നബിയുടെ ഹഖ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു അല്ലാഹ്, അൻ തഗ്ഫിറ ലീ വതർഹമനി, എനിക്ക് റഹ്മത്ത് ചെയ്യണേ, എനിക്ക് പൊറുക്കണേ. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ പോയി റസൂലുള്ളാഹിനെ വിളിക്കണം, പറയണം, ഹഖ് കൊണ്ട് ചോദിക്കണമെന്ന് കിതാബുൽ ഗുന്യത്തിന്റെ 11-12 പേജുകളിൽ എഴുതി വെച്ച ഇമാം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ മൗലവി കള്ളം പറയുന്നു കേട്ടോ, തെറ്റിദ്ധരിപ്പിക്കുന്നു കേട്ടോ. എന്താ മൗലവി പാടുകയാണ്, വഖുല്ലിദാ ദാഖത്തിൽ അഹ്വാലു മുബ്തഹില ബിറഫഇ സൗത്തിൻ അലാ യാ ഗാറത്തല്ലാഹി. മഹാനവറുകൾ പറയുന്നത് നോക്കൂ, എന്ത് പ്രതിസന്ധി നിനക്കുണ്ടാകട്ടെ, ഏത് അഹ്വാലുകൾ നിന്നെ ബുദ്ധിമുട്ടിക്കട്ടെ, ഏത് സാഹചര്യത്തിൽ നീ അകപ്പെട്ടാലും അള്ളാന്റെ സഹായമല്ലാതെ, അള്ളാനോടല്ലാതെ തേടിക്കൂടാ, വിളിച്ചുകൂടാ. ആ അർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. സഹോദരന്മാരെ, അയാളാ പാടിയ പാട്ടിന് അങ്ങനെ ഒരർത്ഥം ഇല്ല. അള്ളാനോടല്ലാതെ സഹായം തേടപ്പെടരുത് എന്ന് ആ വാക്കിന് അർത്ഥം ഇല്ലേ ഇല്ല. ഉണ്ടെന്ന് വാദമുള്ള വല്ല മൗലവിമാരുമുണ്ടെങ്കിൽ ആ ബൈത്തും എടുത്തിട്ട് വന്നിട്ട് ഞങ്ങളെ മുന്നൊന്ന് പാടിയിട്ട് അർത്ഥം വെക്കട്ടെ. അല്ല, അതിന് ധൈര്യമില്ലേ എന്നാ ആ പറഞ്ഞ പാട്ട് സ്ക്രീനിൽ വെച്ചിട്ട് ഓരോ കെലിമത്തായിട്ട് ഓരോ വാചകത്തിന്റെ അർത്ഥമൊന്ന് എഴുതി കാണിച്ചിട്ട് അർത്ഥം പറയട്ടെ. ഞാൻ പറയുന്നു, അതിനങ്ങനെ അർത്ഥമില്ലേ ഇല്ല. നമ്മളെപ്പോഴും പറയുന്നതല്ലേ, അല്ലാ നീയല്ലാതെ കൊടുക്കുന്നവനില്ല, നീയല്ലാതെ തടയുന്നവനില്ല, നീയല്ലാതെ അഭയമില്ല, നീയല്ലാതെ ഇല്ല. ഇത് നമ്മൾ പറയാറില്ലേ? അതുപോലെ മുഹീദ്ദീൻ ശൈഖും പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അല്ലാഹുവോടല്ലാതെ സഹായം തേടരുത് എന്നല്ല. അത് നമ്മൾ സാധാരണ പറയുന്നതല്ലേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹനെ കൊണ്ടല്ലാതെ ഒന്നുമില്ല. ലാ മാനിയ ലിമാ തൈത, നീ കൊടുത്ത് തടയുന്നവനില്ല. വലാ മുഅ്തിയ ലിമാ മനൈത, നീ തടഞ്ഞ് കൊടുക്കുന്നവനില്ല. പഠിച്ചവനെ ലാ നാഫിയ വലാ ദാറ ഇല്ലല്ലാഹ്, നീ അല്ലാതെ കൊടുക്കുന്നവനില്ല, നീ അല്ലാതെ തടയുന്നവനില്ല. നമ്മളും പറയുന്നതല്ലേ. പക്ഷെ അല്ലാഹു തആല കൊടുക്കൽ എങ്ങനെയാണ്? 2 നിലക്ക് കൊടുക്കലുണ്ട്. അല്ലാഹു തആല പടച്ചു കൊടുക്കൽ അല്ലാഹുവിന്റെ കൊടുതിയാണ്. സൃഷ്ടികൾ മുഖേനയും അല്ലാഹു പടച്ചു കൊടുക്കലുണ്ട്, അല്ലാതെയും അല്ലാഹു കൊടുക്കലുണ്ട്. സൃഷ്ടികൾ മുഖേന അല്ലാഹു പടച്ചു കൊടുക്കുന്നതിനാൽ അല്ലാഹു തആല നമുക്ക് തരാനുള്ള കാരണക്കാരെന്ന നിലക്ക് നമ്മൾ അമ്പിയാക്കളെ സമീപിക്കും,
ഔലിയാക്കളെ സമീപിക്കും, ഡോക്ടറെ സമീപിക്കും, എഞ്ചിനീയറെ സമീപിക്കും, വക്കീലിനെ സമീപിക്കും, പോലീസിനെ സമീപിക്കും, അതുപോലെ പലരെയും മന്ത്രിമാരെ സമീപിക്കും. തരുന്നവൻ അല്ല തന്നെ, അല്ലല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലല്ലാതെ തടയുന്നവനില്ല നമ്മൾ പറയും. പക്ഷെ അള്ളാഹു തരുന്നതിന് കാരണക്കാരുണ്ട്. ആ കാരണക്കാരുമായി ബന്ധപ്പെടുന്നത് വിതരണക്കാരെന്ന നിലക്കാണ്, സൃഷ്ടിച്ചു കൊടുക്കുന്നവരെന്ന നിലക്കല്ല. ഇത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇന്നമാന ഖാസിമുൻ, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്, ഞാൻ സപ്ലൈ ചെയ്യുന്ന ആളാണ്. വല്ലാഹു ഹുവൽ മുഅ്തി, കൊടുക്കുന്നവൻ യഥാർത്ഥത്തിൽ പടച്ചു കൊടുക്കുന്നവൻ അള്ളയാണ്. അപ്പൊ സൃഷ്ടികൾ അതാ അള്ളാഹിനോട് പറയുമ്പോ അള്ളാഹ് നീയല്ലാതെ കൊടുക്കുന്നവനില്ലെന്നും നീയല്ലാതെ അഭയമില്ലെന്നും പറയും. ചിലപ്പോൾ സൃഷ്ടികളോടും പറയും. സൃഷ്ടികളോട് പറഞ്ഞാൽ കാരണം എന്ന നിലക്കാണ്, സൃഷ്ടാവിനോട് പറഞ്ഞാൽ സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ എന്ന നിലക്കാണ്. ഇതെല്ലാ മുസ്ലിമേക്കും അറിയാവുന്നതാണ്. മരിപ്പിക്കുന്നത് അള്ളയാണ്, നമുക്കൊക്കെ അറിയാം. എന്നാൽ അസ്രായിലാണ് എന്ന് നമ്മൾ പറയും. തമ്മിലെതിരല്ല. അള്ളാഹു തആല അസ്രായിൽ മുഖേന മരിപ്പിക്കുകയാണ്. അവിടെ മരിപ്പിക്കുന്നത് അള്ളയാണ് എന്ന് ഖുർആനിലുണ്ട്. അല്ലാഹു യതവഫൽ അൻഫുസ എന്ന് ഖുർആനിലുണ്ട്. അതേ ഖുർആനിൽ തന്നെ തവഫത്തുഹു റസൂലുനാ, നമ്മൾ പറഞ്ഞേക്കുന്ന മലക്കുകളാണ് വഫാത്താക്കുന്നത് എന്നും ഖുർആനിലുണ്ട്. എതിരല്ല. മലക്കുകളാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊടുക്കുന്ന കഴിവ് കൊണ്ട്, അള്ളയാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവ് കൊണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. നീയല്ലാതെ അഭയമില്ലെന്ന് പറഞ്ഞ വാചകമെടുത്ത് മൗലവി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കിതാബുൽ ഗുന്യത്താണ് ഞാൻ ഉദ്ധരിച്ചത്. അതിൽ വ്യക്തമായതാ റസൂലുള്ളാഹിനെ വിളിക്കണം, പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഇതുപോലെ മഹാന്മാർ ചിലപ്പോൾ യാചനക്കെതിരായി സംസാരിക്കുന്ന രംഗങ്ങളുണ്ട്. മനുഷ്യന്മാരോട് യാചിക്കാൻ പാടില്ല, അള്ളാഹിനോടേ ചോദിക്കാവൂ, മനുഷ്യന്മാരോട് ചോദിക്കാൻ പാടില്ല എന്ന് ചിലപ്പോൾ മഹാന്മാര് പറയും. അതിനർത്ഥം യാചിക്കരുത് എന്നാണ്. അത് മൂപ്പര് വിചാരിച്ച് തവസ്സുൽ ഇസ്തിഹാസം ചെയ്യരുത് എന്നാ പറഞ്ഞത്. എന്തൊരു വിവരക്കേടാണ്! യാചിക്കരുത് എന്ന് പറയുന്ന ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളും മൗലവി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നിങ്ങളതിൽ പെട്ടുപോണ്ട. ഇത് മുഹീദ്ദീൻ ശൈഖിന്റെ സ്വന്തം കിതാബാണ്. അനാ ഖുതുബു അഖ്താബിൽ വുജൂദി ഹഖീഖതൻ അലാ സായിരിൽ അഖ്താബി ഖൗലി വഹുർമതി توسل بنا في كل حول وشدتي أغيثوك في الأشياء ثرا بهمتي. എന്നെ അടയാളനാക്കി ചോദിച്ച മുരീദേ, ഞാൻ നിന്നെ സഹായിക്കും. അനാലി മുരീദി ഹാഫിളും മാ യഖാഫുഹു വഅഹ്ദീസുഹു മിൻ കുല്ലി ശർരിൻ വഫിത്നതി. എന്റെ മുരീദിന് ഞാൻ കാവലാകും. ഇതൊക്കെ പറഞ്ഞ അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം അള്ളാഹുവോട് പറയുന്ന പദ്യം എന്താണ്? വല്ലമ്മാ ദഹാനിൽ ഹാലു വസ്തദ്ദ ഖത്ബുഹു ശക്കൗതു ഇലാ റഹ്മക യാ റബ്ബി മിൻ ളുർരി ഫമൻ ദല്ലദീ അർജു സിവാക ലിഫാഖതി വൽഉഫി തദാറക്നി ബിലുത്ഫിക ഫിൽ അംദി. അല്ലാഹ്, നിന്നെയല്ലാതെ ആരെ പ്രതീക്ഷിക്കാനാണ് അല്ലാഹ്? എന്റെ ദൗർബല്യം നിനക്കറിയില്ല അല്ലാഹ്. അല്ലാഹുവോട് അങ്ങനെ പറയുന്ന അതേ മുഹീദ്ദീൻ ശൈഖ് എന്നോട് ചോദിച്ചോ, ഞാൻ വാങ്ങിത്തരാമെന്നും പറഞ്ഞത് ഇവിടെ തന്നെ ഇല്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, മുഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് അതേ പറഞ്ഞിട്ടുള്ളത് തെറ്റാണ് കേട്ടോ. എന്നെ പിടിച്ചോരാരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്തോവർ എന്ന് പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതൊക്കെ അല്ലാഹ് തരുന്ന കഴിവ് കൊണ്ടാണെന്ന് ഉറപ്പുള്ളതിനാൽ അല്ലാഹുവോട് അല്ലാഹ് നീയല്ലാതെ പ്രതീക്ഷയില്ല, നീയല്ലാതെ കൊടുക്കുന്നവരില്ല എന്നങ്ങനെയും പറയുന്നുണ്ട്. അതോടുകൂടി തന്നെ നിങ്ങൾ എന്നോട് തേടിക്കോ, ഞാൻ വാങ്ങിത്തരാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ മഹാന്മാര് പറയാം.